നമസ്കാരം. ഓം ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 4 സമാപിച്ചു കഴിഞ്ഞിരുന്നു. ശന്തനുവിനും ഗംഗേനുമുണ്ടായ 8ാമത്തെ വസുവിനെ ഗംഗാദേവി ശന്തനുവിന് കൊടുത്തിട്ട് അപ്രത്യക്ഷനായി. അദ്ദേഹം പുത്രനെ കൊണ്ടുപോയി രാജധാനിയിൽ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഗംഗയെ ക്ഷണിച്ചുവൊന്നുമില്ലായിരുന്നു. അപ്പോൾ സൂതൻ ഇപ്പോൾ പറയുകയാണ് ഋഷിമാരോട്. സൂതനും ഋഷിമാരും തമ്മിലുള്ള സംവാദമാണല്ലോ ദേവി ഭാഗവതം. സൂതൻ ഇപ്പോൾ ഋഷിമാരോട് പറയുകയാണ്, ഞാൻ വസുക്കളെ ശപിക്കാനുണ്ടായ കാരണവും ഈ പുത്രൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും എല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കേൾക്കുന്ന മനുഷ്യർ സർവപാപങ്ങളിൽ നിന്നും മുക്തനാവുമെന്നും സൂതൻ ഋഷിമാരോട് പറഞ്ഞു. ഇത് വ്യാസനിൽ നിന്നും കേട്ടതുപോലെ അണുവിട വ്യത്യാസമില്ലാതെയാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത്. ഈ ശ്രീമദ് ഭാഗവതം കേൾക്കുന്നവരുടെ സർവപാപങ്ങളും പോകും. അതുപോലെ അവർക്ക് സന്തോഷവും സുഖവുമെല്ലാം ഉണ്ടാകും എന്ന് പറഞ്ഞ് സൂതന് വേണ്ടി ചെറിയ ഇടവേള എടുക്കുകയാണ് ഇവിടെ. ഇനി അടുത്ത അധ്യായം 5 ആരംഭിക്കുകയാണ്. അഥ പഞ്ചമോധ്യായ ശന്തനുവും സത്യവതിയും തമ്മിലുള്ള വിവാഹം. സൂത ഉവാച വസൂനാം സംഭവ സൂത കഥിതശാപകാരണാത് ഗാംഗേയസ്യ തഥോത്പത്തി കഥിതാലോ മഹർഷണേ. ഹേ സൂത, ശാപം നിമിത്തം വസുക്കൾ ജനിച്ചതും ഗാംഗേയോൽപ്പത്തിയും അങ്ങ് പുളകം കൊള്ളുമാറ് ഞങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. ശ്ലോകം 2. മാതാ വ്യാസസ്യ ധർമ്മജ്ഞ നാംനാ സത്യവതി സതി കഥം ശന്തനുനാ പ്രാപ്ത ഭാര്യ ഗന്ധവതി ശുഭ. വ്യാസൻ്റെ മാതാവും സതിയും ഗന്ധവതിയും ശുഭയുമായ സത്യവതിയെ ശന്തനുവിന് എങ്ങനെയാണ് ഭാര്യയായി ലഭിച്ചത്? ശ്ലോകം 3. തന്മമാചക്ഷ്വവിസ്താരം ദാശപുത്രീ കഥം വൃത രാജ്ഞാ ധർമ്മവരിഷ്ഠേന സംശയം ചിന്തി സുവ്രത. ധർമ്മശ്രേഷ്ഠനായ രാജാവ് ദാശപുത്രിയെ പരിഗ്രഹിച്ച കഥ വിസ്തരിച്ചു പറഞ്ഞ്, ഹേ സുവ്രത, ഞങ്ങളുടെ സംശയം തീർത്താലും. 5ാം അധ്യായത്തിലെ 3 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.